ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്ന ജസൽ കാർണേറോ ഇന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സിനെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് അഭിക് ചാറ്റർജിയെയും അതുപോലെ തന്നെ സ്കിൻകിസിനെയും നിശ്ചിതമായിക്കൊണ്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് അഭികിന് തന്നെയാണ്. ജസൽ അഭികിനെ വലിച്ചു കീറി എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടിട്ടുള്ളത്. അത് നമുക്ക് പരിശോധിക്കാം. ജസലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരുപാട് പേർ ഉണ്ടായിരുന്നു. മനീഷ് കൊച്ചാർ, സന്തോഷ് ഇവരൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ ആത്മാർത്ഥമായി ജോലി ചെയ്തിരുന്നവരാണ്. എന്നാൽ ഇവരെയെല്ലാം ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി. ഇതിനെല്ലാം കാരണം അഭിഗും കൂട്ടരുമാണ്. എല്ലാവരെയും അദ്ദേഹം ഒഴിവാക്കി. എന്നിട്ട് സ്വന്തക്കാരെ തിരികെ കയറ്റി. കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്നാണ് അഭിഗ് പറഞ്ഞത്. സ്വന്തം ഭാര്യയെയും സഹോദരനെയും തിരികെ കയറ്റിയതിൻ്റെ കുറ്റമാണ് അദ്ദേഹം ഏറ്റെടുക്കേണ്ടത്. കാരണം ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ പോവുകയായിരുന്നു. ജോബി എന്ന വ്യക്തി തൻ്റെ ജോലി വൃത്തിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അഭിഗ് വന്നത്. ഒഡീഷയിൽ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് കണ്ടിട്ടാണ് നിങ്ങളെ കൊണ്ടുവന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം നീ ആദ്യം ചെയ്ത കാര്യം നിന്റെ ഭാര്യയെയും സഹോദരനെയും കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തിനാണ് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഇമോഷൻസ് വെച്ച് നിങ്ങൾ കളിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി കരോലിസ് സ്കിൻകിസ് ആണ് മിക്ക താരങ്ങളെയും സൈൻ ചെയ്യുന്നത്. പക്ഷെ എല്ലാത്തിനും അവസാനത്തിൽ കുറ്റം കേൾക്കേണ്ടി വരിക പരിശീലകർക്കാണ്. അപ്പോഴും സ്കിൻകിസ് സുരക്ഷിതനായിരിക്കും. ഇതാണ് ജസൽ പറഞ്ഞിട്ടുള്ളത്. നിശ്ചിതമായി വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അഭിഗിന്റെയും സ്കിൻകിസിന്റെയും പൊള്ളത്തരങ്ങളെ ജസൽ ഇപ്പോൾ തുറന്നു കാണിച്ചിട്ടുണ്ട്. അഭിഗ് ഒരുപാട് സ്വന്തക്കാരെ ടീമിനകത്തേക്ക് കയറ്റി, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനകത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് ജസൽ പറയുന്നത്. ആത്മാർത്ഥമായി പണിയെടുത്തവരെ അഭിഗ് പുറത്താക്കി. എന്നിട്ട് സ്വന്തം ആളുകളെ തിരികെ കയറ്റി. അതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ അവസ്ഥക്ക് കാരണം എന്നാണ് ഇപ്പോൾ ജസൽ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, സ്കിൻകിസ് ആണ് ഒട്ടുമിക്ക ട്രാൻസ്ഫർ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. പക്ഷെ എപ്പോഴും അദ്ദേഹം ഒരു സുരക്ഷിതനായിരിക്കും. അദ്ദേഹത്തിന് വിമർശനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഏൽക്കേണ്ടി വരില്ല. പക്ഷെ എല്ലാ തീരുമാനങ്ങളുടെയും പിറകിൽ സ്കിൻകിസ് ആണ് എന്നൊക്കെയാണ് ജസൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മഞ്ഞപ്പട ഉൾപ്പെടെയുള്ളവർ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇതുവഴി അഭിഗിനും സ്കിൻകിസിനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.